Alright. How to make a girl or a boy fall in love? Simple ആയിട്ട് ഞാൻ പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ ഒന്നാമത് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ജുബ്രോ എന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ അടിച്ച് നോക്ക്, സെറ്റിലാക്കി. നിങ്ങൾക്ക് വേറെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ അതിനകത്തെല്ലാം ഉണ്ട്, അതിനകത്തെല്ലാം കിട്ടും സെറ്റാക്കി. സോ ഹൗ ടു മേക്ക് എ ഗേൾ ഓർ എ ബോയ് ഫോൾ ഇൻ ലവ്. ഓക്കെ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മുടെ സ്റ്റാർട്ടിങ് ഫേസിലുള്ള കാര്യമാണ് ആദ്യം പറയാൻ പോകണം. അതായത് നിങ്ങൾ അവനെ അല്ലെങ്കിൽ അവളെ ആദ്യമായിട്ട് കണ്ടു, അതായത് ദൂരെ നിന്ന് കണ്ടു, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ ക്ലാസ്സിലാണോ അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ കോളേജിലോ, അങ്ങനെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ഇനീഷ്യൽ ഫേസ് ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ആദ്യം നിങ്ങൾ പോയി അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും കുറേ ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഹായ് ഞാൻ കുറേ നാളായിട്ട് നിന്നെ കണ്ടുപിടിക്കുകയാണ്, അപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഡോണ്ട് ഡു ദാറ്റ് ഷിറ്റ്. അങ്ങനെ ലൈക്ക് പേഴ്സണലി ഞാൻ ഹെൽപ്പ് ചെയ്ത ആൾക്കാരെ വെച്ചിട്ടോ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടോ അത് വർക്ക് ആവാറില്ല. ഇൻസ്റ്റെഡ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. ആദ്യമായിട്ട് പോയി മിണ്ടുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു കോൺടാക്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഇത് കാണിക്കരുത്. എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു നീഡിനെസ് കാണിക്കാൻ പാടില്ല. നമ്മൾ ചില്ലായിട്ട് നിൽക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഡീപ് ബ്രത്ത് എടുക്കുക, ജസ്റ്റ് ചില്ലായിട്ട്. ഓക്കെ, അവളെ അല്ലെങ്കിൽ അവനെ ഭയങ്കര ഒരു സംഭവമായിട്ട് തുടക്കത്തിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഭയങ്കര ഒരു സംഭവമല്ല, നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയ ഒരാൾ, അത്രേ ഉള്ളൂ. സോ അവനോട് അല്ലെങ്കിൽ അവളോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ആ ഒരു കാംനെസ് മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഫീമെയിലോ അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ കണ്ടാൽ മതി. ഓക്കെ, ആ ഒരു വൈബ് കൊടുക്കുക. എന്താ പറയുക, അല്ലെങ്കിൽ ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കുക, ഒരു വഴി ചോദിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഒന്ന് ജസ്റ്റ് ചോദിക്കുക, ലൈക്ക് ഹായ് എന്താ പേര്, എവിടെ പഠിക്കണേ, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ജസ്റ്റ് സംസാരിക്കുക. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറുതായിട്ട് നമ്മളെ ചിരിപ്പിക്കാൻ നോക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ചോദിക്കേണ്ട കാര്യത്തിൽ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ലൈക്ക് എന്താ പറയുക, ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിപ്പിക്കുക. മനസ്സിലായില്ലേ, എങ്ങനെ ചിരിപ്പിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെ തുടക്കത്തിൽ സംസാരിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ഇട്ടാൽ മതി. എന്തായാലും അടുത്ത വീഡിയോ ഇറക്കുന്നുണ്ട്, പക്ഷേ ആ വീഡിയോ ആണ് ആദ്യം വേണ്ടതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ട് വയ്ക്കുക. ഓക്കെ, നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തു, അവളെ കണ്ടു, അവളുടെ അടുത്ത് പോയി സംസാരിച്ചു, ഇത്ര സെറ്റായി. ഇപ്പം നിങ്ങൾ എന്താ ചെയ്തത്, നിങ്ങളൊരു ചിൽ വൈബാണ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് അവളായിട്ട്. ഓക്കെ, ചില്ലായിട്ട് നിങ്ങൾ നിന്നു, പോയി സംസാരിച്ചു, അവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, 2 മിനിറ്റിൽ കൂടുതൽ നിങ്ങൾ ഇനീഷ്യലി സംസാരിക്കുമ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റിൽ കൂടുതൽ. ഓക്കെ, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊരു കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ യെസ് ഷുവർ യു കൻ ഡു ദാറ്റ്. ബട്ട് അവളങ്ങനെ ഭയങ്കരമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്താൽ കൂടി ഒരു 2 അല്ലെങ്കിൽ ഒരു 4 മിനിറ്റ്സ് ഒക്കെ മാക്സിമം. കാരണം നിങ്ങൾ തുടക്കത്തിൽ ആ ഒരു മിസ്റ്റീരിയസ്നെസ് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുകൊണ്ട് ഒരു 2 to 4 മിനിറ്റ്സ് മാക്സിമം. അതായത് നിങ്ങൾ ജസ്റ്റ് ബാക്കൗട്ട് അടിക്കുക, നിങ്ങൾ നിങ്ങളുടെ പാട്ട് നോക്കിപ്പോൾ അടുത്ത പണി നോക്കി പോവാം. ഓക്കെ, സെക്കൻഡ് തിങ്, ഞാനിതിനെ സെക്കൻഡ് ഇനിഷ്യേഷൻ എന്ന് വിളിക്കാം. അതായത് നിങ്ങൾ ആദ്യം പോയി സംസാരിച്ചു, അവരുടെ മനസ്സിലൊരു വൈബ് കൊടുത്തു. അതായത് ഞാൻ ഒരു ചിൽ മനുഷ്യനാണ്, എനിക്കങ്ങനെ വലിയ സീനൊന്നുമില്ല, ആൻഡ് യുനോ ഐ എം എ കോൺഫിഡൻറ്റ് ഗൈ എന്നുള്ളൊരു ചിൽ വൈബ് കൊടുത്തു. ഓക്കെ, അവിടെ തീർന്നു, ചാപ്റ്റർ ക്ലോസ്ഡ്. സെക്കൻഡ് തിങ് ഓടി ഡു നൗ യെസ്, നിങ്ങൾ സോഷ്യലി അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അവരെ രണ്ടാമത് മീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ നോക്കുക. ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ അറിയാലോ, നേരിട്ടാണെങ്കിലും ഒരു നമ്പർ ഉണ്ടാവും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവും മിക്ക ആൾക്കാർക്കും, ഗേൾസ് ആയിക്കോട്ടെ ബോയ്സ് ആയിക്കോട്ടെ. സോ മെസ്സേജ് അയക്കി, എങ്ങനെ മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം.